കഴിഞ്ഞ ദിവസമാണ് നടിമാർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മലയാള സിനിമയിലാണെന്നും തമിഴിൽ അതൊന്നുമില്ലെന്നും നടൻ ജീവ പറഞ്ഞത്. തേനിയിൽ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ജീവയോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചോദിച്ചത്. ഇതെല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണല്ലോ എന്ന് ആദ്യം ശോഭിച്ച നടൻ പിന്നീട് അത് മലയാള സിനിമയിലെ പ്രശ്നമാണെന്നും തമിഴിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും പറയുകയായിരുന്നു. ജീവയുടെ പ്രതികരണത്തിന്റെ വാർത്ത പങ്കുവച്ചുകൊണ്ട് ഗായിക ചിന്മയി ജീവയ്ക്കെതിരെ വിമർശനവുമായി എത്തിയിരുന്നു. തമിഴ് സിനിമയിൽ നടിമാർക്കിടയിൽ പീഡനം നടക്കുന്നില്ലെന്ന് പറയാൻ അവർക്കെങ്ങനെ കഴിയുന്നുവെന്ന് ചിന്മയി ചോദിച്ചു. ഇത്തരം ചൂഷണത്തിന്റെ പേരിൽ തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെയും മറ്റും പട നയിക്കുന്ന ആളാണ് ചിന്മയി. ഇതിനിടെ ഇന്നലെ നടി രാധിക ശരത് കുമാർ വീണ്ടും വെളിപ്പെടുത്തലുമായി എത്തി. മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമയിലും ഇത്തരം പീഡനം നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് രാധിക. തമിഴ് സിനിമയിലെ ഉന്നതനായ ഒരു നടൻ യുവനടിയെ ഉപദ്രവിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. ചെന്നൈയിൽ വെച്ചായിരുന്നു രാധികയുടെ തുറന്നു പറച്ചിൽ. താൻ അഭിനയിച്ച ചിത്രത്തിലായിരുന്നു സംഭവം. ആ കുട്ടിയെ തന്റെ ഇടപെടൽ കൊണ്ടാണ് രക്ഷിക്കാനായതെന്നും രാധിക പറഞ്ഞു. യുവനടിയെ ആക്രമിച്ച നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. അന്നാ നടനോട് ഞാൻ കയർത്തു സംസാരിച്ചു. ആ പെൺകുട്ടി ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ഭാഷ അറിയില്ലെങ്കിലും നിങ്ങളെന്നെ രക്ഷിച്ചുവെന്നും അവർ പറഞ്ഞു. ആ പെൺകുട്ടി ഇന്നും എന്റെ നല്ല സുഹൃത്താണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടു. പ്രമുഖ നായക നടന്റെ ഭാര്യ കൂടിയായ താരത്തിന് നേരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഉപദ്രവം ഉണ്ടായത്. മലയാള സിനിമയിൽ മാത്രമാണ് പ്രശ്നമെന്ന് നടൻ ജീവ അടക്കം പ്രതികരിക്കുന്നതിനിടയിലാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. കേരളത്തിൽ മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ സംബന്ധിച്ച പരാതികൾ അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു. മോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. എന്റെ സിനിമയിലാണോ ഈ സംഭവം ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചുവെന്നും രാധിക പറയുന്നു. എന്നാൽ ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് രാധിക പറഞ്ഞു. കാരവാനിലെ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിലുണ്ടായിരുന്നവർ കണ്ടതെന്ന് ബോധ്യപ്പെട്ടതോടെ രാധിക ബഹളം വച്ചിരുന്നു. തുടർന്ന് നിർമ്മാണ കമ്പനിയുടെ അധികൃതരെ വിളിച്ച് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ചിലരൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചുവെന്നും അവർ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും രാധിക ശരത് കുമാർ വ്യക്തമാക്കി. കൂടാതെ കാരവാൻ വിഷയവുമായി ബന്ധപ്പെട്ട് രാധിക ശരത് കുമാറിൽ നിന്ന് കേരള പോലീസ് മൊഴിയും എടുത്തു. നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഫോണിലൂടെ രാധികയുടെ മൊഴിയെടുത്തത്. പോലീസിന് നൽകിയ മൊഴി സംബന്ധിച്ച് രാധിക ശരത് കുമാർ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല.